നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യോഹന്നാൻ സ്നാപകന്റെ ബാല്യം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 76 മുതൽ 80 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, നീയോ പൈതലേ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു. നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രയേലിന് തന്നെത്താൻ കാണിക്കുന്ന നാൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ ശൈശവത്തെക്കുറിച്ചും ബാല്യത്തെക്കുറിച്ചുമുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപുള്ള കാലത്തെക്കുറിച്ചുള്ള ഏക വാക്യം ഇതാണ്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഏക അറിവ് ഇതാണ്. ഈ കുഞ്ഞ് അത്ഭുതകരമായി എലിസബത്തിലൂടെ പിറന്നു കഴിഞ്ഞപ്പോൾ, അപ്പോഴാണ് സെഖര്യാവിൻ്റെ നാവിൻ്റെ കെട്ടഴിയുന്നത്. അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഒരു പ്രവചനമായിരുന്നു. അതിലെ അവസാന വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചത്. നീയോ പൈതലേ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. നമുക്കറിയാം, സെഖര്യാവും എലിസബത്തും വൃദ്ധരാണ്. അവര് ഇനി എത്ര കാലം ജീവിച്ചിരിക്കും? അന്നത്തെ മനുഷ്യൻ്റെ ആയുസ് വെച്ച് ഇവർക്കിനി മാസങ്ങളോ അല്ലെങ്കിൽ ദിവസങ്ങളോ ഒക്കെ ഉള്ളൂ. അങ്ങനെയായാൽ തങ്ങളുടെ ഈ കുഞ്ഞ് എങ്ങനെ വളരും? ആര് വളർത്തും? അവൻ എങ്ങനെ വലിയവനാകുമെന്നുള്ള യാതൊരു ആശങ്കയും ഈ സെഖര്യാവിനില്ലായിരുന്നു. വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ, അല്ലെങ്കിൽ ദൈവാശ്രയത്തോടു കൂടെ അദ്ദേഹം പറയുകയാണ്, നീയോ പൈതലേ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി നീ ഒരുക്കും. ഒരു വലിയ സത്യം, നാം എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ സത്യം ഈ വാക്യത്തിലുണ്ട്. ദൈവം നമുക്ക് തന്ന മക്കളെക്കുറിച്ച് ഉള്ള ശുഭാപ്തി വിശ്വാസമാണ് ഇവിടെ നാം കാണുന്നത്. മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരബലവും അവൻ നൽകുന്ന പ്രതിഫലവും എന്ന് നാം 127-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവം നമുക്ക് പ്രതിഫലമായിട്ട്, അവകാശമായിട്ട് ആണ് മക്കളെ തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെ വളർത്തുവാൻ, അവരെ വലുതാക്കുവാൻ, പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. ഇവിടെ സെഖര്യാവിനെ സംബന്ധിച്ച് താനും അവൻ്റെ അമ്മയും പോയാൽ ഇവൻ എങ്ങനെ വളരും, ഇവൻ ആരാണുള്ളത് എന്നുള്ള യാതൊരു ആശങ്കയും ഇല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് തന്ന മക്കളെ, ദൈവത്തിൻ്റെ ദാനങ്ങളായ മക്കളെ തീർച്ചയായിട്ടും ദൈവം വളർത്തും. അവരെക്കുറിച്ച് ദൈവത്തിന് എന്തെല്ലാം ഉദ്ദേശമുണ്ടോ അത് തീർച്ചയായിട്ടും ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. അതിലൊരു ആശങ്കയും വിശ്വാസികളായ മാതാപിതാക്കൾക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് പടുവൃദ്ധനായ സെഖര്യാവ് ഈ മകനെക്കുറിച്ച് പ്രതീക്ഷയുടെ വാക്കുകൾ പറയുന്നത്. ഞാനില്ലെങ്കിൽ മക്കൾ വലുതാകുകയില്ല എന്നൊരിക്കലും ചിന്തിക്കരുത്. മനുഷ്യരൊക്കെ മരണത്താൽ മാറ്റപ്പെടേണ്ടവരാണ്. സഭാ നേതാക്കൾ മരണത്താൽ മാറ്റപ്പെടേണ്ടവരാണ്. ഉസിയാ രാജാവ് മരിച്ചപ്പോൾ യെശയ്യാവിന് വലിയ ഒരു ആശങ്കയുണ്ടായി. പക്ഷേ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ദൈവം അവനെ കാണിച്ചു. രാജാക്കന്മാർ മരിക്കും, പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒക്കെ മരിക്കും, മാതാപിതാക്കൾ മരിക്കും, നേതാക്കൾ മരിക്കും, പക്ഷേ ദൈവം ജീവിക്കുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ ജീവിക്കുന്നു. അതുകൊണ്ട്
തീർച്ചയായിട്ടും സഭയെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ചും ഒക്കെ നല്ലത്, അവരുടെ ഉത്കർഷ സംബന്ധിച്ച് ഒരു ആകുലതയ്ക്കും ആവശ്യമില്ലാതെ വലിയ പ്രതീക്ഷ നാം വെച്ചുകൊണ്ട് ദൈവത്തെ സഖര്യാവിനെ പോലെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ കുഞ്ഞിനോട് ഒരുപക്ഷെ അതിനതൊന്നും മനസ്സിലാകുകയില്ലായിരിക്കാം. ആ കുഞ്ഞിനെ നോക്കി പറയുകയാണ്, നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. പിന്നെ കർത്താവിൻ്റെ വഴി നീ ഒരുക്കും. ഉയരത്തിൽ നിന്ന് ഉദയം സന്ദർശിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്ദർശന കാലമാണിത്. നീ കർത്താവിന് മുമ്പായിട്ട് നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചിരിക്കുന്നു. നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവ് ആളുകൾക്ക് വഴി കാണിക്കുവാൻ വരുന്നു. നീയാണ് അവന് വഴിയൊരുക്കേണ്ടത് എന്ന് ഗബ്രിയേൽ ദൂതൻ ദേവാലയത്തിൽ വെച്ച് സഖര്യാവിനോട് പറഞ്ഞ ആശയമാണിത്. അത് പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട്, ഒരിക്കലൊരു അബദ്ധം തനിക്ക് പറ്റി, ഒരു അവിശ്വാസത്തിൻ്റെ വാക്ക് ദൂതനോട് പറയേണ്ടി വന്നു. എന്നാൽ അതിൻ്റെ ബാലശിക്ഷ ഏറ്റ ശേഷം നാവ് തുറക്കപ്പെട്ട സഖര്യാവ് പ്രത്യാശയുടെയും വലിയ പ്രതീക്ഷയുടെയും അനുഗ്രഹത്തിൻ്റെയും വാക്കുകൾ പറയുകയാണ്. തൽഫലമായിട്ട് താഴെ വായിക്കുന്നത്, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്ന നാൾ വരെ മരുഭൂമിയിലായിരുന്നു. അപ്പോൾ വൃദ്ധരായ മാതാപിതാക്കൾ സ്വാഭാവികമായിട്ട് അവർ മരിച്ചു അടക്കപ്പെട്ടു. എന്നാൽ ഈ യോഹന്ന ശാപകന് വളരുവാൻ, പ്രത്യേക ഭക്ഷണം കഴിച്ച് പ്രത്യേക വസ്ത്രം ധരിച്ച് വളരുവാനുള്ള ഒരു സ്ഥലം ദൈവം അവനൊരുക്കിയിരുന്നു. സ്കോളേഴ്സ് പറയുന്നത്, അന്നത്തെ കാലത്ത് ഒരുപാട് ഭക്തി പ്രസ്ഥാനങ്ങൾ മരുഭൂമിയിലുണ്ടായിരുന്നു. മരുഭൂമിയുടെ ഏകാന്തതയിൽ, വളരെ ഏകാഗ്രതയുള്ള സ്ഥലങ്ങളിൽ ഇന്തപ്പനയുടെ തണല് ഒക്കെ മാത്രമായിരിക്കാം ഉണ്ടായിരിക്കുക. അവിടെ ധാരാളം ഭക്തി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. എസേന്യർ എന്നൊരു ഭക്തി പ്രസ്ഥാനം ഉണ്ടായിരുന്നു. പരീശന്മാര്, സാധൂക്യര്, ഇവരൊക്കെ അക്കാലത്ത് പ്രബലപ്പെട്ട ഭക്തി പ്രസ്ഥാനങ്ങളാണ്. അതിൽ യോഹന്ന സ്നാപകൻ എസേന്യറിൽ അവരാണ് ഏറ്റവും അധികം ഭക്തി പുലർത്തിയിരുന്നത്. എപ്പോഴും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആയി കഴിയുന്നു. അവർ സാധാരണ വസ്ത്രം ധരിക്കാറില്ല, ഒട്ടകരോമമാണ് ധരിക്കുന്നത്, രോമവസ്ത്രം. അതുപോലെ സാധാരണ ഭക്ഷണം അവർ കഴിക്കാറില്ല, വെട്ടുക്കിളിയും കാട്ടുതേനും ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ആ ഭക്തി പ്രസ്ഥാനത്തിൽ നിന്നും യോഹന്നാന് ലഭിച്ച അഭ്യസനമാണ് പിൽക്കാലത്ത് ആരെയും ഭയപ്പെടാതെ അദ്ദേഹത്തിന് യോർദാന്റെ തീരങ്ങളിൽ പ്രസംഗിക്കാൻ സാധിച്ചത്. ആളുകൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഓടിക്കൂടി, അദ്ദേഹത്തിൻ്റെ പിന്നാലെ ആളുകൾ അനുഗമിച്ചു. എല്ലാം വിട്ട് യോഹന്നാന്റെ പിന്നാലെ ആളുകൾ വരാൻ തയ്യാറായി. അതാണ് പിന്നീട് നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നല്ലൊരു ശിക്ഷണം നൽകാൻ മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ സാധിച്ചില്ല. എന്നാൽ ആ മകനിൽ അവർ വലിയ വിശ്വാസം അർപ്പിച്ചു. ദൈവം അവനെ വലിയവനാക്കും എന്നുള്ളത് അവർ പൂർണ്ണമായി വിശ്വസിച്ചു. ആ വിശ്വാസത്തെ ദൈവം ആദരിച്ച് യോഹന്നാൻ വളരാനുള്ള സാഹചര്യം ദൈവം നൽകി. സ്ത്രീകളും ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് യേശു പറയത്തക്കവണ്ണം, പ്രവാചകരിലും മികച്ചവൻ എന്ന് പറയത്തക്കവണ്ണം യോഹന്നാൻ ഉന്നതനായി തീർന്നു. കത്തി ജ്വലിക്കുന്ന ഒരു ദീപമായിട്ട് തീരുവാനിടയായി തീർന്നു. കർത്താവിന് താൻ വഴിയൊരുക്കി അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ യോഹന്നാന് സാധിച്ചു. എന്തിന്? ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ യേശുവിനെ സ്നാനപ്പെടുത്തുവാനുള്ള ഭാഗ്യവും യോഹന്നാനാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുവാൻ, അവർ ദൈവം തന്ന ദാനങ്ങളാണ്, ദൈവം അവരെ വളർത്തി വലുതാക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനാൽ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടെ, കർത്താവിനായി അവർ പ്രയോജനപ്പെടട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.